കന്നുകാലി എന്ന് വേണം യാഗം കഴിക്കാൻ. കന്നുകാലി അതും ഈ കന്നുകാലി എന്ന് പറഞ്ഞാൽ മനസ്സിലാകാനുള്ള ഒറ്റ വാക്കി പറയാം. കന്നുകാലി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്നതാണ്. വീട്ടിൽ വളർത്തുന്നതാണ് കന്നുകാലി. നമ്മൾ പറയല്ലേ ആ വീട്ടിൽ കന്നുകാലി ഉള്ളതാ. വീട്ടിൽ വളർത്തുന്നതാ കന്നുകാലി. നാട്ടിൽ വളരുന്നതുണ്ട്, ചന്തയ്ക്കകത്ത് വളരുന്നതുണ്ട്. വീട്ടിൽ വളർത്തുന്നതിന് വേണം ഹോമയാഗം കഴിക്കാൻ. എല്ലാത്തിനും പ്രമാണമുണ്ട്. ചുമ്മാ നടക്കുന്നവനെല്ലാം കയറി ദൈവത്തെ ആരാധിക്കാനൊക്കത്തില്ല. ആ തമ്പേറിന്റെ ശബ്ദം കേട്ടാൽ കയറി ഒന്ന് ആത്മാവിലെ അയച്ചു പോയേക്കാം. ആരാധനയ്ക്ക് വ്യവസ്ഥയില്ലേ? ഇനി വീട്ടിൽ വളർത്തുന്നതായി കന്നുകാലി, ആടും പശുവും കാളയും പോത്തുമൊക്കെ വീട്ടിൽ വളർത്തും. വീട്ടിൽ വളർത്തുന്ന കാളയെയും ആടിനെയും വേണം ദൈവത്തിന് ഹോമയാഗം കഴിക്കാൻ. സ്തോത്രം. അതുകൊണ്ടൊക്കെ ആ കർത്താവ് അതിനെല്ലാം തുറന്നു വിട്ടതും ദൈവാലയത്തിൽ കയറി ചാട്ടവാറെടുത്തവനെയെല്ലാം അടിച്ചത്. കാരണം പള്ളിക്കകത്ത് ബിസിനസ്സാണ്. അവന്മാർ തന്നെ പുരോഹിതന്മാരും ചിക്കിടികളും ആൾക്കാരും കൂടെ തന്നെ കാളെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ കയ്യും വീശി അങ്ങ് എന്നാൽ മതി. അപ്പോൾ കാശ് അങ്ങോട്ട് കൊടുത്ത് ഇപ്പം പിന്നെ കാശ് കൊടുക്കണ്ട, കുത്തി അങ്ങോട്ട് വെച്ച് കുത്തുമ്പം കാശ് ആടി വരിക. ഇപ്പം പിന്നെ മൊബൈലിൽ കൂടെ തന്നെ അടിക്കുമ്പം മറ്റേ പുള്ളിക്ക് കാശ് അപ്പം കാശുള്ള അവറാച്ചൻ ഇങ്ങോട്ട് വന്ന് വെച്ച് അടിച്ച് നമ്പർ പറയാൻ പറഞ്ഞു. നമ്പർ അടിച്ച് കാശ് വന്ന് കാള ഒന്ന് പാസ്റ്റർ പുരോഹിതനടിച്ച് നമ്മുടെയാ കൊണ്ടുപോയി. അപ്പോൾ പുള്ളി ഉടനെ കാളെ അങ്ങോട്ട് കൊടുത്തേച്ച് ഫോൺ ചെയ്യുക, ഞാനിപ്പം ആരാധന സ്ഥലത്തിരിക്കുക, ഇവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹാലിൽ എൻ്റെ കാളേനെയായി ഭാഗത്തോട്ട് കണ്ടിക്കാൻ കൊണ്ടുപോകുന്നത് ജീസസ്, ഹാലേലൂയ. ഒരു അല്പസമയം എടുക്കും, കണ്ടിച്ച് കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് വിളിക്കുക എന്ന് പറഞ്ഞാൽ യാതൊരു അനുതാപവും ഇല്ല. ഒരനുതാപവും ബിസിനസ്സാണ്. അതിന് കാളെ മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിച്ച് ഒരു ശബ്ദമൊക്കെ വാഗൊണ്ട് തന്നെ വെക്കുമ്പോൾ നമ്മൾ ഓർക്കും കാളെ കണ്ടിച്ചെന്ന്. അവൻ കണ്ടിക്കല്ല, അവൻ അതിലേക്ക് കൊണ്ടുപോയിച്ച് അതിനെ ഇപ്പറേ കൊണ്ട് കിട്ടും. അപ്പോൾ ചെറിയാച്ചൻ വന്നപ്പോൾ അടിച്ചു ഇല്ല ഇണക്കാം മൊത്തം പുരോഹിതന്മാർ തമ്മിലേ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതിനോട്ടൊരു അടി അടിക്കുമ്പോൾ അത് കാള അമറും അണ്ണ നമ്മൾ ഓർക്കും കണ്ടിച്ചു. കാരണം അകത്തോട്ട് ചെല്ലാനും ഒക്കത്തില്ലല്ലോ, മുഴുവൻ ബിസിനസ്സാണ്. എന്നാൽ പണ്ട് അങ്ങനല്ല. വീട്ടിൽ വളർത്തുന്ന ഒരു കാളയോ ആടിനെയോ കുറുപ്രാവിനെയോ യാഗത്തിന് കൊണ്ടുപോകുമ്പോൾ വീട് മുതൽ ഇവനെ അനുദപിച്ചായി പോകുന്നത്. ഇവൻ വീട് മുതൽ ദൈവമേ എൻ്റെ പാപം ക്ഷമിക്കണമേ, ഇതിനെ യാഗം കഴിച്ച് ഇതിനെ കണ്ടിച്ച് അതിനെ ദുർമേധസ്സെല്ലാം കളഞ്ഞ് കണ്ണമായിട്ട് നുറുക്കി യാഗമെടുത്ത് വെച്ച് 2 മണിക്കൂറാ ചാമ്പലാകണമെങ്കിൽ. ഒരു ഹോമയാഗത്തിന് 2 മണിക്കൂറാ കത്തി ചാമ്പലാകാൻ. ഈ 2 മണിക്കൂർ ഇവൻ കണ്ണുനീരൊഴുക്കി അനുദപിച്ച് നിൽക്കുക. എൻ്റെ പാപം ക്ഷമിക്കണമേ, ഞാൻ ചെയ്ത അക്രമങ്ങളും അനീതികളും ദൈവം ക്ഷമിക്കണമേ എന്ന് അനുദപിച്ച് നിൽക്കുക. യാഗം കഴിക്കാൻ ചെല്ലുന്ന പുള്ളി വേറൊരു കാര്യത്തിലും ഇടപെടുകയല്ല, നെഞ്ചത്ത് കൈവച്ച് അനുദപിച്ച് നിൽക്കുക, അകത്തോട്ട് എല്ലാവരും നോക്കുകയല്ല. യമേ എൻ്റെ പാവം ക്ഷമിക്കണമേ എൻ്റെ കർത്താവ്. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് പുരോഹിതൻ വന്നേച്ച് അനുഗ്രഹിക്കും. എന്നിട്ടും ലേവ്യ പുസ്തകം പഠിപ്പിക്കുന്നതും എബ്രായ ലേഖനം ചേർത്ത് പഠിച്ചത് എന്നിട്ട് ഏകദേശം പരിഹാരം വന്നെന്നാ, അതും പൂർണ്ണ പരിഹാരം വന്നിട്ടില്ല, ഏകദേശം എന്ന് പറഞ്ഞാൽ ഈ 2 മണിക്കൂറും കരയുക, നിന്ന് അനുദപിക്കുക. സ്തോത്രം. അതുകൊണ്ട് യെശയ്യാപ്രവചനം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ ഹോമയാഗമൊക്കെ എനിക്ക് മതി 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 മതി. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നു. അപ്പൊ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാശ് കണ്ടമാനം വന്നപ്പോൾ തകർച്ചയൊന്നുമില്ല. ഒരു ഹൃദയ തകർച്ച കൂളായിട്ടാണ് വന്നിരിക്കുന്നത്, കൂളായിട്ട് വന്നിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
യോഗത്തിന് വന്നിരിക്കുമ്പോൾ മൊബൈലിൽ കളിക്കുകയും പിന്നെ മിസ് കോൾ വിടുക. അവിടെ ഇരുന്നുകൊണ്ട് മറ്റേ കക്ഷിക്ക് മെസ്സേജ് വയ്ക്കുക, ഞാനിപ്പം മീറ്റിങ്ങിലിരിക്കുകയാണ്, പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ ഒരു അനുതാപം ഇല്ലല്ലോ. ിക്കുമ്പോഴല്ലോ റിയൽ എസ്റ്റേറ്റിൻ്റെ ആളിന് ഫോൺ വരുന്നത്. എന്താ പറയുക, മറ്റേത് എങ്ങനെ കൊടുക്കുന്നത്, അത് ഞാൻ പിന്നെ ഒരു 50 കൂട്ടിപ്പിടിച്ചോ, ഞാൻ യോഗത്തിനിരിക്കുക. ഇവിടെ പൊരിഞ്ഞ ആരാധന നടക്കുക, എന്നാൽ പിന്നെയും കോള് വരിക. അവൻ 50 സമ്മതിക്കുന്നില്ല. 50 ഒരു 45 പിടിച്ചോ, ഞാൻ യോഗം കഴിഞ്ഞൊന്നുകൂടെ വിളിക്കാം, 45 പിടി. അനുതാപം ഇല്ലല്ലോ. അപ്പൊ ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. അതുകൊണ്ടാണ് അപ്പനെ പറഞ്ഞത്, നിങ്ങളുടെ ഖനനയാകവും ഭോജനയാകവും എനിക്ക് മതി, തൃപ്തിയായി. സ്തോത്രം. തകർന്നിരിക്കുന്ന മനസ്സിനെ ദൈവം നിരസിക്കത്തില്ല. അല്ല, നിങ്ങൾ അനുതാപവാക്യത്തോട് അടുത്തുവാ. അതെ, എൻ്റെ വിഷയമല്ല, ഞാൻ അങ്ങ് പോകും. അതുകൊണ്ട് നമ്മുടെ അടുത്ത കാര്യത്തിലേക്ക് വരാം. അപ്പൊ യോബിന്റെ ഒരു വിശേഷത, ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിച്ചും ആരാധിച്ചും അതിനെ ജയിക്കും. ഒരു ദൈവ പൈതലിന് വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ജയിക്കുന്നത് ആരാധനയിലാണ്. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ പറയാം, നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ മേല. പർവ്വതസമമായ പ്രശ്നം ഇങ്ങോട്ട് ഇളകി വരട്ടെ, നീ മുഴങ്കാലിലിരുന്ന് എൻ്റെ ശൈലി പറയുക, കൈയടിച്ച് പാട്ട് പാടി അന്യഭാഷ പറഞ്ഞ ആത്മാവിൽ കുറേ നേരം നിറഞ്ഞ് ആ മല പോലെ വന്ന വിഷയം ഈ ആരാധന കഴിയുമ്പോൾ ഒന്നുമില്ലാതാകും. അത് ആരാധനയുടെ വിശേഷത. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആരാധിച്ച് ആത്മാവി നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ തന്നെ നല്ല ഫ്രീ ആയി. വലിയ ഭാരവുമായിട്ടാണ് വന്നത്, പക്ഷേ ആത്മാവി നിറഞ്ഞു കഴിയുമ്പോൾ ശരീരവും മനസ്സും എല്ലാം ഫ്രീ ആയി. പിന്നെ നമ്മൾ സമാധാനത്തോടാണ് തിരിച്ചു പോകുന്നത്. പ്രശ്നത്തിന് പരിഹാരം വന്നെന്നല്ല, സമാധാനം ഉണ്ടാകും. അപ്പൊ യോബിന്റെ പ്രകൃതി ഏത് പ്രശ്നം വന്നാലും ഹോമയാഗം കഴിച്ച് ദൈവമായിട്ട് നിരപ്പായി പോവുക. അപ്പൊ ആരാധനയ്ക്ക് യാഗം കഴിക്കാൻ കൊണ്ടുവന്നത് കന്നുകാലിയിൽ നിന്ന് വേണം, വീട്ടിൽ വളർത്തുന്നതിന് വേണം ദൈവാലയത്തിൽ. ഇനി അതിന് വേറൊരു ആശയവും കൂടെ പറയാം, മനസ്സിലാകാനാണ് പറഞ്ഞത്. ആരാധന വെളിപ്പെടേണ്ടത് സഭാഗോളിലല്ല, ആദ്യം വീട്ടിൽ വെളിപ്പെടണം. നമ്മളെല്ലാം ഹോളിനകത്ത് കയറിയിട്ട് ആരാധന മിണ്ടുന്നില്ലല്ലോ ആരും. ഹോളിനകത്ത് വരുമ്പം ഇടിപിടി എല്ലാം കൂടെ വെച്ച് അടിച്ചു, മറ്റവൻ ഇങ്ങനെ കാളക്കൂത്ത് നിൽക്കുമ്പോൾ നിൽക്കി അടിക്കാൻ അവൻ നിൽക്കുക. തമ്പേറും എല്ലാം കൂടെ ഒരുത്തൻ നാളെ കമത്തി ഇട്ടേച്ച് അങ്ങ് അടിക്കുന്നുണ്ട്. അവനങ്ങ് അരിശം കയറി അടിച്ചാന്നോ, കാരണം ഇങ്ങനെ വെച്ചിട്ട് അവനൊരു സുഖം വരത്തില്ല. കമത്തി ഇട്ടേച്ച് അവൻ അങ്ങ് പൊത്തും തല്ലേ തെളിയിച്ചവൻ നോക്കുന്നുണ്ട് എല്ലാവരും നിറയുന്നുണ്ടോന്ന്. ആരാധന വെളിപ്പെടേണ്ടത് വീട്ടിലാണ്. നമ്മുടെ ഭവനത്തിനകത്ത് ആരാധന ഉയരേണ്ടത്, വീടിനകത്ത് വേണം പാട്ടും പ്രാർത്ഥനയും. ഞാൻ നിങ്ങൾ വല്ല സ്റ്റേജിൽ വരുമ്പോൾ നന്നായിട്ട് പാടും, വീട്ടിലോ അപ്പനും മക്കളും എല്ലാം കൂട്ടി ഇരുന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കുമോ? അങ്ങനെയുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, സ്റ്റേജിൽ പാടുന്ന പല ആൾക്കാരുടെയും വീട്ടിൽ പാട്ടില്ല. പാട്ടുകാരെയൊക്കെ എനിക്ക് ധാരാളം പേരെ അറിയാം. സ്തോത്രം. എനിക്ക് വേടൊന്നും കിട്ടുന്നില്ല. എന്താ പെർഫോമൻസോ? അവർ ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ, ഞാൻ ഇന്നലെ വന്നതല്ലേ. സ്തോത്രം. സ്റ്റേജ് നന്നായിട്ട് തിളങ്ങുന്നുണ്ട്, പക്ഷെ വീട്ടിൽ ആദ്യം ആരാധന വെളിപ്പെടേണ്ടത് നമ്മുടെ വീട്ടിലാണ്. അപ്പനും അമ്മയും മക്കളും കൂടെ പാട്ട് പാടി ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച് ബലപ്പെട്ടച്ച് സഭയെ വന്നാൽ സഭയ്ക്കകത്ത് തീ കത്തും. ഇത് വീട്ടിൽ പാട്ടുമില്ല, പ്രാർത്ഥനയില്ല. സഭാകോളി വന്നിട്ട് പാസ്റ്റർമാർ കിടന്ന് അങ്ങനെ വില്ല് വളയം പോലെ ശക്തിയോട് ആരാധിച്ചാട്ട് ഒരിക്കൽ കൂടെ പോരാ. ഇയാളിങ്ങനെ വില്ല് വളയം പോലെ നിന്ന് എന്നുവെച്ച് ഗതികേട് പിടിച്ച ചൊടിയിൽ പറഞ്ഞ പോരാ, ഒരിക്കൽ കൂടെ നിന്ന് വളയുക. യോഗം കഴിഞ്ഞേച്ച് നെഞ്ചത്ത് വിലക്കൂ. പെമ്പിളയോട് പറഞ്ഞാൽ നീ ആ പിണ്ണതയിൽ ഇവിടെ താകവും പുറവും കൂടെ അടച്ച് എന്നെ പറ്റിയാച്ചാ ഞാൻ ഇങ്ങനെ ഒന്ന് വില്ലിയതാ, എനിക്ക് വിലക്കം.
വീട്ടിനകത്ത് ആരാധന വെളിപ്പെട്ടാൽ ഇവിടെ വന്ന് വില്ലണ്ട, സഭയ്ക്കകത്തും ആരാധന വെളിപ്പെടും. അപ്പൊ ആദ്യം ഹോമയാഗം കഴിക്കേണ്ടത് കന്നുകാലി നിന്നാ, വീട്ടിൽ വളർത്തുന്നതിന്നാ. സ്തോത്രം. അതെ. അപ്പൊ ഇയ്യോബിന്റെ പ്രകൃതി വിശേഷത യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യുന്നവനാ. സ്തോത്രം. അതുകൊണ്ട് പിശാചിനറിയാം, ശരീരത്തെ ആദ്യം കയറി തൊട്ടാൽ, പിള്ളേരെ ആദ്യം കയറി തൊട്ടാൽ, മറ്റു മേഖലകളിൽ ആദ്യം കയറി തൊട്ടാൽ, ഇവൻ കാളെ ആടിനെയും കണ്ടിച്ച് യാഗം കഴിച്ച് വിഷയത്തിന്മേ ജയമെടുക്കും. മനസ്സിലായോ? പിള്ളേരെ തൊട്ടാൽ, ശരീരത്തെ തൊട്ടാൽ യോബ് ചെയ്യാൻ പോകുന്ന പരിപാടി കാളെ ഒന്നിനെ പിടിച്ച് കണ്ടിച്ച് ഹോമയാഗം കഴിക്കും. യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യുമ്പം വിഷയത്തിന് വിടുതല. അതിന് ആ പിശാചി സൂത്രശാലി ആയതുകൊണ്ട് ആദ്യം യാഗം കഴിക്കാനുള്ളതിനെ തട്ടി തകർത്തു. ആദ്യം ആരാധന ബ്ലോക്ക് ചെയ്യും. ഇതുവരെ വരാത്ത അനിയത്തി ഞായറാഴ്ച പിള്ളേരുമായിട്ട് വന്നു. 2 കൊല്ലമായിട്ട് വിളിയില്ല, വർത്തമാനം ഇല്ലാത്തവള് ഞായറാഴ്ച 9 മണിയായപ്പം 2 പിള്ളേരുമായിട്ട് ഓട്ടോയിൽ വന്ന്. മനസ്സിലാകാഴിയാന്നോ അതോ സൂട്ടിച്ചെന്നെ നോക്കുന്നേ? ഉടനെ ചേടുത്തി പറഞ്ഞ, എന്നാ നിങ്ങൾ പിള്ളേരുമായിട്ട് ആരാധനയ്ക്ക് പോകും, ഞാനിനി അവൾ 2 കൊല്ലം കൂടിയിരുന്ന അവളെ ഞാനാ എടുത്തുകൊണ്ട് നടന്നത്. എൻ്റെ ഒക്കത്ത് ഇപ്പോഴും തഴമ്പുണ്ട്. ബന്ധിച്ചേ, അന്നത്തെ ആരാധന തീർന്നേ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ആരാധന ആദ്യം ബ്ലോക്ക് ചെയ്യുന്നത്. സ്തോത്രം. യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ, യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ, 4-ാം യാമത്തിൽ ഉണർന്നവർ ബോധമോടെ വാഴ്ത്തുന്നേ. 4-ാം ഉണർന്നവർ ബോധമോടെ വാഴ്ത്തുന്നേ. ഓ സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. ഇന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. അപ്പൊ ശ്രദ്ധിക്കുക, പിശാചെ ആദ്യം ബന്ധിക്കുന്നത് ആരാധനയാണ്. അതുകൊണ്ട് ഞാൻ ദൈവകുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങളെല്ലാം ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിട്ടിരിക്കുന്നു, അഭിനന്ദിക്കുന്നു. ആരാധന മുടക്കരുത്, കൂട്ടായ്മ മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്. കുഞ്ഞുങ്ങളെയും ഞായറാഴ്ച ബന്ധുക്ക വീട്ടിൽ വിടരുത്, ആരാധനയ്ക്ക് കൊണ്ടുവരണം. സ്തോത്രം. ഞായറാഴ്ചത്തെ ട്യൂഷനും അങ്ങ് നിർത്തിയാക്കണം. അത് കുറച്ചുള്ള പഠിത്തമൊക്കെ മതി. ഞായറാഴ്ച സ്പെഷ്യൽ ക്ലാസ് അത് ഗുണം വരാനുള്ളതല്ല. ആരാധന മാറ്റിവെച്ച ഒരു കാര്യത്തിന് പോകരുത്. ആരാധനയ്ക്ക് അങ്ങനെ കൊടുത്തു നോക്കിക്കേ, നിനക്കും നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയല്ല. അഥവാ അല്പം അപാകത ഉണ്ടെങ്കിലും ദൈവം അതെല്ലാം പരിഹരിച്ചു കൊണ്ടുപോയിക്കോളും. ദൈവത്തിന് മഹത്വം. കുഞ്ഞുങ്ങളെ ആ നിലയിൽ നിങ്ങൾ ശീലിപ്പിക്കുന്നതിന് വളരെ അഭിനന്ദിക്കുന്നു. പ്രിയ സാറ് പറഞ്ഞത് സൺഡേ സ്കൂൾ ഇവിടെ വളരെ ശക്തമാണ്. അതങ്ങനെ തന്നെ സൺഡേ സ്കൂൾ സ്ട്രോങ് ആയിരിക്കണം. കാരണം കർത്താവ് വരാൻ താമസിക്കുകയാണെങ്കിൽ, എനിക്കങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല താമസിക്കുമെന്ന്, പെട്ടെന്ന് വരും. ഇനി അഥവാ പുത്രം പോലും അറിയത്തില്ലെന്ന അഥവാ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഈ പരുവത്തിന് ഇപ്പം തന്നെ പരുവക്കേടായി, അധികം നാളൊന്നും കാണുകയില്ല. ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഒരാഴ്ച ഇനിയും തയ്ക്കുകയില്ലെന്നും പറഞ്ഞാൽ നോട്ടോ ഇരിപ്പൊക്കെ കണ്ടിട്ട്. അല്ല, എനിക്കങ്ങ് തോന്നിപ്പോവുക, ഫസ്റ്റ് അതിന് ഒരാഴ്ച ഒന്നും ഞാൻ കാണുകയില്ല. അപ്പം നമ്മൾ അഥവാ പോകുകയാണെങ്കിൽ ഈ സഭ കൊണ്ടുപോകേണ്ടതും ഈ ദേശത്ത് കർത്താവിനെ സേവിക്കേണ്ട ഈ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ഞാൻ സഭകളിലൊക്കെ പറയും, ഇപ്പം പിന്നെ കോവിഡ് ആയതുകൊണ്ട് നിയന്ത്രണങ്ങളാണ്. സഭകൾ ഏത് കൊലകൊമ്പം ഗസ്റ്റ് വന്നാലും പിള്ളേർ വാക്യം പറയുന്നതും പാട്ട് പാടുന്നതും മുടക്കരുത്.
ചില പാസ്റ്റർമാർ പറയുന്നു അനീഷ് കാവാലം വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വാക്യവും പറയാനും ഒക്കത്തില്ല, പാട്ടുമില്ല, പിന്നെ പിള്ളേരെല്ലാം കൂടി എഴുന്നേറ്റൊരു 3 ഹല്ലേലൂയ. അങ്ങനെ ചെയ്യിപ്പിക്കരുത്. അനീഷ് കാവാലം അല്ല, ഗബ്രിയേൽ വന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പാട്ടും പാടണം, അവർ പഠിച്ച വാക്യവും പറയിപ്പിച്ചോണം, അവർ ദൈവത്തെ സ്തുതിപ്പിച്ചോണം. അത് കഴിഞ്ഞ് വെച്ച് കാവാലവും കീവാലവും ഒക്കെ പറഞ്ഞാൽ മതി. സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, അത് ഓർമ്മയിരുന്നോണം. ഇനി സഭയുടെ പ്രസിഡന്റ് ഇങ്ങോട്ട് വരിക, പ്രസിഡൻ്റൊക്കെ അവിടെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം. അവിടെ ഇരിക്കും, കൊച്ചുങ്ങൾ താഴ്ച പറഞ്ഞേച്ച് മതി. പ്രസിഡന്റ് അത്തരിപത്തിരിയായി കൂടുതലും പറയുന്നത്. ചെറിയ സമാധാനത്തോടെ കേട്ടാൽ മതി. സ്തോത്രം. നമുക്കറിയാം പ്രസിഡന്റ് ഇത്ര ഉള്ളെന്ന്. അടുത്ത വാക്യം വായിക്കാം, അടുത്ത വാക്യം വായിക്കാം, അടുത്ത വാക്യം വായിക്കാം. തീർന്നു പാസ്റ്റേ, തീർന്നോ? അതിൽ നല്ലത് കൊച്ചുങ്ങൾ വാക്യം പറയുന്നതാണ്. ഒന്നുമില്ല, അതുങ്ങൾ വേറെ വാക്യം പറയൂല, അത് തന്നെ ഒരു അനുഗ്രഹമല്ലേ. അപ്പൊ കർത്താവ് വരാൻ താമസിച്ചാൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ കാര്യമാണ് പറയാൻ. എന്തോ ഞാനിപ്പോൾ പറഞ്ഞു? ബൈബിള് ആർക്ക്? ഏത് എന്ത് ചെയ്യാ? ബൈബിൾ കൊടുത്തോ വന്നിട്ട് ബൈബിൾ കിട്ടി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തലമുറയായവൻ നമുക്ക് നല്ലൊരു സങ്കേതവും പലമുറയായി പാടുക ദേവനു കീർത്തനം. തലമുറയായി അവൻ നമുക്ക് നല്ലൊരു സങ്കേതവും പലമുറയായി പാടുക ദേവനു സങ്കീർത്തനം. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയാം, ആരാധന മുടക്കരുത്. കുഞ്ഞുങ്ങളെ ആരാധനാ ദിവസം വേറൊരു കാര്യത്തിൽ ഇടപെടുത്തരുത്. ഒരു ദിവസം അതിനായിട്ട് അങ്ങ് വേർതിരിക്കണം. സ്തോത്രം. വേറെ 6 ദിവസം ഉണ്ടല്ലോ, ഒരു ദിവസം അതിനായിട്ട് അങ്ങ് വേർതിരിച്ചേക്കണം. അന്ന് വേറെ യാതൊരു കാര്യവും എടുക്കരുത്. കല്യാണ കേസ് പിടിക്കരുത്, 28 കേസ് പിടിക്കരുത്, മാമോദീസ കേസ് പിടിക്കരുത്, ചാത്തം ഉണ്ണാനായിട്ട് വിളിക്കും, നമുക്ക് പോകാൻ പ്രമാണമില്ല, അന്നത്തെ കേസൊന്നും എടുക്കരുത്. വിരുന്ന് പോകരുത്. അന്നത്തെ ജോലി പണി കിട്ടാതിരുന്ന് കിട്ടിയതാ ഞായറാഴ്ച. കോവിഡ് ആയതുകൊണ്ട് ഒരു ജോലി ഇല്ലായിരുന്നു, പിന്നെ അവർക്ക് ഞായറാഴ്ച ഒക്കുവുള്ളൂ, പോകരുത്. സ്തോത്രം. ഇപ്പം നിങ്ങൾ പറയാ ഇയാൾക്ക് പറഞ്ഞങ്ങ് പോയാൽ മതി, പോകരുതെന്ന്. ഞങ്ങളാ കടന്ന് ഒരു ദിവസം ദൈവത്തിനായിട്ട് അങ്ങ് വേർതിരിച്ചേര്. ഒരു ദോഷവും വരികയില്ല. അറിയാത്ത വഴികളും നന്മയും ദൈവം തുറന്നു തരും. കർത്താവ് പറഞ്ഞില്ലേ, അവിടെ ഇരുന്നോ കാക്കയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. മതി. കാക്കയോട് ഒന്നാ കാക്കയോ അല്ലേ കുകിലോ കുരുവിയോ ഒക്കെ ദൈവം ചെയ്തോളും, നീ അവിടെ അങ്ങ് ഇരുന്നാൽ മതി. സ്തോത്രം ആട്ടെ. അപ്പം ഈ പിശാച് സൂത്രശാലി ആയതുകൊണ്ട് ആരാധനയാണ് ബ്ലോക്ക് ചെയ്തത്. അപ്പം പിശാചിനറിയാം, ശരീരത്തെ തൊട്ടാലോ പിള്ളേരെ കയറി തൊടുകയോ മറ്റേതെങ്കിലും മേഖലയെ തൊട്ടാൽ ഇവൻ യാഗം കഴിക്കും, ജയമെടുക്കും. അതിനാ കാളയാടിനെ ആദ്യം തകർത്തത്. കാളയാടിനെ തകർത്തച്ച് ശരീരത്തെ തൊട്ടപ്പോൾ പിന്നെ യാഗത്തിന് മൃഗമില്ല. കുഴയുന്ന കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ദൈവത്തെ സേവിച്ചോണം. കർത്താവിൻ്റെ മഹത്വം. ഇയ്യോബ് ഇങ്ങനെ പരമഭക്തനായിട്ട് ദൈവത്തെ ആരാധിച്ചു പോകുകയാണ്. ആ ഭാഗമാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ ചിന്തിച്ച് നിർത്തിയത്.
ഒടുവിൽ തലമുറയെല്ലാം മാറ്റപ്പെട്ടു, സമ്പത്ത് മുഴുവൻ തകർത്തു, ഒടുവിൽ ശരീരവും രോഗത്താൽ പിടിക്കപ്പെട്ടു. അസഖ്യമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും. സ്തോത്രം. ഈ ചൊറിച്ചിലും വേദനയും കഠിനപ്പെട്ടപ്പോൾ ചാരത്ത് പോയിരുന്ന് ഓട്ട് കഷണമെടുത്ത് ചൊറിഞ്ഞു. ഇങ്ങനെ അയ്യോ വല്ലാത്ത കഷ്ടത്തിൽ കൂടെ പോകുകയാണ്. ഈ കഷ്ടത്തിൽ കൂടെ പോയപ്പോൾ ഒടുവിലെ ശരീരമെല്ലാം രോഗത്താൽ പിടിക്കപ്പെട്ട അസഖ്യമായ വേദനയും ചൊറിച്ചിലും വല്ലാത്ത വ്രണങ്ങളാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇന്നലെ പറഞ്ഞ പോലെ കരപ്പനൊന്നും അല്ല. ഈ വ്രണവും ചൊറിച്ചിലും എല്ലാം കഠിനമായിട്ട് വേദ പഠിതാക്കൾ പറയുന്നത് ഈ പുറമെയുള്ള പരിക്കളേക്കാൾ ഉപരി ഉള്ളിൻ്റെ ഉള്ളിൽ പരിക്കളും വ്രണങ്ങളും ഉണ്ടായി. അകത്ത് പുറമെയുള്ള പരിക്കളേക്കാൾ ഉപരി അകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ പരിക്കളും വ്രണങ്ങളും ഉണ്ടായി. അതകത്ത് പൊട്ടി വല്ലാതായി അകത്തിന്ന് വരുന്ന ശ്വാസത്തിന് വരെ ദുർഗന്ധം ഉണ്ടായെന്ന. ശ്വാസം ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ ശ്വാസത്തിന് ദുർഗന്ധമായി. അത് യോബ് ഒരു പദം പറയുന്നുണ്ടല്ലോ, 19:17 എന്ന് വായിച്ചേ. 19:17. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഖ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവൾക്ക് അറപ്പുമാ. കണ്ടോ, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഖ്യമായെന്ന. അപ്പൊ ഭാര്യ അടുത്തിരിക്കുക. അപ്പൊ ഈ ശ്വാസം അങ്ങോട്ട് വിടുമ്പോൾ ശ്വാസത്തിന് ദുർഗന്ധം, അകത്ത് ഇതെല്ലാം പൊട്ടി വല്ലാതായി. അപ്പൊ ശ്വാസത്തിന് ദുർഗന്ധം. അതാ അയ്യോ പറഞ്ഞത്, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് ശ്വാസം വിടുമ്പം പെമ്പള അങ്ങോട്ട് തിരിയും, കാരണം ദുർഗന്ധം. നമുക്ക് പിന്നെ തിരിയുന്നത് പല്ല് തേക്കാത്തതുകൊണ്ടാണ്. ചിലത് പല്ല് തേക്കുകയല്ല. 10:30 ആകുമ്പോഴാണ് ഉമിക്കരി തപ്പി നടക്കുന്നത്. രാവിലെ എഴുന്നേറ്റാണ് ദിനചര്യയുടെ ഭാഗമല്ലേ അല്ലേ? ചില ഉമ്മ കൈകൊണ്ട് തന്നെ വെച്ചു വെള്ളം ഒഴിച്ച് കുലിക്കച്ചു ഒരു കോപ്പ കാപ്പി. എന്നാൽ ഇനി അപ്പവും കൂടെ കഴിച്ചു വെച്ചിരുന്നൊക്കെ ഇനി അതിനായിട്ട് പിന്നെ ഇറങ്ങി. സ്തോത്രം. പിന്നെ തേക്കാനും പറഞ്ഞെന്നാ പിന്നെ അന്നേരം ആരാണ്ട് വിളിച്ച് അതിലേ അങ്ങ് പോയി. ഉച്ചയ്ക്ക് ഊണും കഴിച്ചു. പിന്നെ ഈ വിഷയം അങ്ങ് മറന്ന് പല്ല്. സ്തോത്രം. ആരാണ്ടൊക്കെ തേക്കാതായിരിക്കുന്ന തോന്നുന്നത്, ഊറിയ ചിരിയൊക്കെ വരുന്നത്. അതോ ഇനി ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? സ്തോത്രം. അപ്പൊ യോബിന്റെ ശരീരത്തിനകത്ത് ദുർഗന്ധം ഉണ്ടായി. അതുകൊണ്ട് ശ്വസിക്കുന്ന ശ്വാസം, പുറത്തോട്ട് വരുന്ന ശ്വാസത്തിന് ദുർഗന്ധം. അതാ പറഞ്ഞേ, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഖ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവൾക്ക് അറപ്പുമായി. ഒരു മനുഷ്യൻ്റെ ദുരിതം നോക്കിക്കോണം. സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, തലമുറ 10 നശിച്ചു, ഒടുവിൽ ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ടു, അസഖ്യമായ വേദനയും ചൊറിച്ചിലും വ്രണവും, ഒടുവിൽ ശ്വാസത്തിന് ദുർഗന്ധം വെച്ചു. അടുക്കടുക്കായിട്ട് ചിന്തിക്കണം. ശ്വാസത്തിന് ദുർഗം വെച്ചു. വേറൊരു വാക്യമുണ്ട്, ഒടുവിൽ വഴിയെ പോയവരെല്ലാം ഇയ്യോബിനെ പരിഹസിച്ചു. വഴി നടന്നു പോയവരെല്ലാം പരിഹസിച്ചു. അവർ പറഞ്ഞ ആണ്ട് നേരത്തെ കൊട്ടിയും പാടിയിരുന്ന പുള്ളി പാണ്ട് ചൊറിഞ്ഞും കടിച്ചു വിരിക്കുക. ഇതാണോ പെന്തിക്കോസ്? അന്നേ പറഞ്ഞത് ആ പെന്തിക്കോസി പോകരുതെന്ന്. ഞങ്ങൾക്കാണ്ട് ഒരു കുഴപ്പവും ഇല്ല. ഇയാൾ പെന്തിക്കോസി പോയതാ ഇങ്ങനെ ചൊറിഞ്ഞ് ഇരിക്കുന്നത്. 5-10 പിള്ളേരുണ്ടായിരുന്നു, അതിനെയും കൊന്നു. ഒരു പെന്തിക്കോസ്. സ്തോത്രം. ആൾക്കാർ പറയും ഉടനെ നമ്മൾ യോബിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നു പറയാം, ഞാനും അത് തന്നെ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട, ഇറങ്ങേണ്ട ഒരു കാര്യവും. സ്തോത്രം. അതാ മാമ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാനിതൊക്കെ ചിന്തിക്കാറുണ്ട്. പിന്നെ സഭയിൽ വരുമ്പോൾ പറഞ്ഞാൽ നാണക്കേടാന്ന് ഓർത്ത് ഞാൻ വഴി നടന്നവരെല്ലാം ഇയ്യോബിനെ പരിഹസിച്ചു. ഒടുവിലെ ആ വേലക്കാരുണ്ടായിരുന്നല്ലോ, തെറ്റി ഒഴിഞ്ഞു പോകുന്നൊരു 3 എണ്ണം അതുങ്ങൾ വിട്ടേച്ചു പോയി. ധാരാളം ബാല്യക്കാരുണ്ടായിരുന്നു, അതിൽ ഒടുവിൽ 3 എണ്ണം തെറ്റി ഒഴിഞ്ഞു വന്ന 3 എണ്ണമുണ്ട്. അതുങ്ങളും ത്യജിച്ചു. ഒടുവിൽ ഇയ്യോബിന് 2-3 സ്നേഹിതന്മാരുണ്ടായിരുന്നു, ബിൽദാദും സോബറും ഒക്കെ. 2:11 വായിച്ചേ. ഈ മൈക്ക് എന്തിനാ കൈ തന്നേക്കുന്നേ? ഒളിവില്ലേ? എന്നാ ഉറക്കെ വായിച്ചു. അനന്തരം ഉണ്ടല്ലോ, പിന്നെ
വായില്. അനന്തരം തേമാന്യനായ എലീഫസ് ശൂഹ്യനായ ബിൽദാദ് എന്ന നയമത്യനായ സോഫർ എന്നിങ്ങനെ യോബിന്റെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താൻ തന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് കൂടെ സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിക്കാനും പോകാമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു. രണ്ടു കൂട്ടരുടെ തമ്മിൽ, ഇവര് 3 പേരുടെ തമ്മിൽ പറഞ്ഞൊത്തു. 3 പേര്, സോബറും ബിൽദാദും പിന്നാരാ എലീഫാസും. ഇനി വേറൊരു കക്ഷിയുണ്ട് ഒടുവിൽ വരുന്നത്, എലീഹൂ. ആളും വന്ന് ഹൂ എന്ന് കളിയാക്കി വെച്ച്, അത് പിന്നെ ഞാൻ പിന്നെ പറയാം. എലീഹൂ. ഇപ്പം ആദ്യം വന്നത് ഈ 3 കക്ഷികളാണ്. ഇവർ 3 വന്ന് 3 പേരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതൻ, നമ്മുടെ സഹപ്രവർത്തകൻ വല്ലാത്ത കഷ്ടത്തിൽ കൂടെ ആൾ ചൊറിഞ്ഞും കടിച്ചുമൊക്കെ ഇരിക്കുക, തന്നെയല്ല ആകെ പ്രതികൂലമാണ്. നമുക്ക് അത്തറ്റം പോയി പുള്ളിയോട് കൂടെ 10 മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. നല്ല സഹോദരന്മാർ. ഒന്നുമില്ലെങ്കിൽ സ്നേഹിതനൊരു ക്ഷീണമെന്ന് കണ്ടപ്പം വരാൻ മനസ്സ് കാണിച്ചല്ലോ. നമ്മുടെയൊക്കെ പ്രകൃതി അങ്ങനെയൊക്കെ ഉള്ളിടത്തോട്ട് നമ്മൾ അധികം പോകാതിരിക്കുന്നതായിരിക്കും. നമ്മൾ പറയും, അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത്, അയാൾ ചൊറിഞ്ഞിരിക്കുക, പിന്നെ നമ്മളും ചൊറിഞ്ഞു കൊടുക്കണം. എന്നെ ആരെങ്കിലും ചൊറിയുമെന്ന് ഓർത്ത് ഞാനിരിക്കുക, അന്നേരം ഇനി അങ്ങോട്ട് നിന്ന് അയാളെ തന്നെയല്ല ആ തള്ളയടഞ്ഞ് നിൽക്കുക, ഒരു വെള്ളം പോലും നമുക്ക് കിട്ടുകയില്ല. വേലക്കാരെല്ലാം ചത്തെന്നാണ് കേൾക്കുന്നത്. സ്തോത്രം. പണ്ടൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മട്ടൻ ഫ്രൈയും ബീഫും ഒക്കെ തരുന്നത്, അതെല്ലാം ചത്ത്, ആടും കന്നാലിയെല്ലാം ചത്ത്, ജീരകവെള്ളം പോലും കിട്ടാൻ സാധ്യത. അതുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കുന്ന. പിന്നെ നമ്മൾ പറയാം, ഒരു കാര്യം നമുക്ക് ഇവിടെ ഇരുന്ന് വചനം അയച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇഷ്ടം പോലെ വാക്യം ഇരിക്കുകയല്ലേ ഇവിടെ ഇരുന്ന്. എന്നാൽ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ അങ്ങനല്ല. അവർ 3 പേരോട് പറഞ്ഞ്, നമുക്ക് അത്തറ്റ് ഒന്ന് പോകാം, നമ്മുടെ സ്നേഹിതനല്ലേ, കച്ചത്തിൽ കൂടെ പോവല്ലേ, നമുക്ക് പുള്ളിയുടെയൊക്കെ പോയി സഹതപിച്ച് പ്രാർത്ഥിക്കാം. നല്ല സ്നേഹിതന്മാർ ആട്ടെ, പോകാൻ പറഞ്ഞൊത്തല്ലോ. മനുഷ്യൻ്റെ പ്രകൃതി, കാശും പുത്തനുമുള്ള അച്ചായം ദീനമായിട്ട് കിടന്നാൽ നമ്മൾ വണ്ടി പിടിച്ചു പോകും. നടക്കാൻ മേലാത്ത തള്ളയും കൂടെ ടെമ്പോയിൽ കയറും. പരുവക്കേടുകാരനാണെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾ പോലും പിന്നെ പാസ്റ്റർക്ക് പോകാതിരിക്കാനൊത്തില്ല, ജസ്റ്റ് ഒന്ന് എന്ന് പ്രാർത്ഥിക്കും. പിന്നെ ആ വിശ്വാസി തന്നെ പ്രാർത്ഥിച്ച് ജയമൊക്കെ എടുത്ത് സാക്ഷി പറയുമ്പോഴാണ് നമ്മൾ പുറകോട്ട് നോക്കുന്നത്. മനുഷ്യ പ്രകൃതിയാണ്. സ്തോത്രം. എന്നാൽ ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാരോട് പറഞ്ഞു, നമുക്ക് പുള്ളിയുടെ ഒന്ന് പോകാം, പോയി പ്രാർത്ഥിക്കാം. അപ്പോൾ 3 പേരുടെ ഈ പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ പറഞ്ഞൊത്തു വന്നത്. പക്ഷെ താഴോട്ടുള്ള അധ്യായം നിങ്ങൾ സൂക്ഷ്മമായി പഠിച്ച്, പ്രാർത്ഥിക്കാനാ വന്നെങ്കിൽ യവന്മാർ വന്നുവെച്ച് പാരയായിരുന്നു. ടോർപ്പുട വെച്ചാ പോയത്. നിങ്ങൾ പിന്നീട് പഠിച്ചാൽ മതി. ഒരുത്തൻ വന്നേച്ച് ഇയ്യോബ് ഇങ്ങനെ ചൊറിഞ്ഞും ഒക്കെ ഇരിക്കുക, വല്ലാതെ ഒരുത്തൻ വന്ന് ചോദിക്കുക, ഇതെല്ലാം കണ്ടേച്ച് പ്രാർത്ഥിക്കാൻ വന്നവനാ. അവൻ ചോദിച്ചു, നേരുള്ളവർ മുടിഞ്ഞു പോയത് എവിടാ? പ്രാർത്ഥിക്കാൻ വന്നവനാ. ചങ്കിന് നിറയ്ക്കുന്ന വർത്താനമല്ലേ. നേരുള്ളവർ ഉടനെ മറ്റവൻ വന്നു പറഞ്ഞു, നിൻ്റെ പിള്ളേരെല്ലാം ശരിയായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നല്ലോ. ഉടനെ വേറൊരുത്തം വന്ന് ചോദിച്ചു, ഇപ്പം പഴയതുപോലെ പ്രാർത്ഥനയൊന്നുമില്ലേ? അതാ അയ്യോ പറഞ്ഞത്, വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാരാ, ചങ്കിന് കൊള്ളുന്ന വർത്താനമാവെന്ന് പറയാൻ. ഞാൻ ദൈവ കുഞ്ഞുങ്ങളോട് പറയാം, നമ്മുടെ കൂട്ടുവിശ്വാസിക്ക് ഒരു ക്ഷീണം വരുമ്പോൾ വേദനിപ്പിക്കരുത് കേട്ടോ. കൂടെ ആരാധിക്കുന്ന വീട്ടിലൊരു ഒരു ഒരു ക്ഷീണം, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു ശാരീരിക ക്ഷീണം, ഒരസുഖം വന്നു ഉടനെ ചില വിശ്വാസം ഇങ്ങനെ തന്നെ വരുമെന്ന് ദൈവാത്മാവ് നേരത്തെ പറഞ്ഞു. അങ്ങനെ പറയരുത്. സ്തോത്രം. അങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കരുത്. ഒരാളെ ഒന്ന് വണ്ടി മുട്ടി, ഇതെന്നോട് പണ്ട് ഉടക്കേൻ്റെയാണ്,
അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മുട്ടിയതല്ലേ ഉള്ളൂ, ഇനി വേറെ വരുന്നുണ്ട്. അവൻ്റെ ദുഃഖത്തിൽ കഷ്ടത്തിൽ അവനെ ആശ്വസിപ്പിക്കണം. അപ്പം ഈ 3 സ്നേഹിതന്മാരും വന്ന് ഇയ്യോബിനെ കണ്ടമാനം വേദനിപ്പിക്കുക. അതാ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. അപ്പം ശ്രദ്ധിക്കണം, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, തലമുറ മുഴുവൻ നഷ്ടപ്പെട്ടു, ശരീരം പരുക്കളാൽ പിടിക്കപ്പെട്ടു, അസുഖമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും ശ്വാസത്തിന് ദുർഗന്ധം വെച്ചു, വഴിയെ പോകുന്നവർ പരിഹസിച്ചു, അയൽക്കാർക്കെല്ലാം നിന്ദനായി, വേലക്കാരെല്ലാം ഇട്ടേച്ചു പോയി, ഒടുവിൽ സ്നേഹിതന്മാരും ദ്വേഷിച്ചു. 9 കൂട്ടം കാര്യം സ്നേഹിതന്മാരും ദ്വേഷിച്ചു. ഒടുവിലെ അമ്മാമ്മയും കാലുവാരി. ആരാ? തള്ള. 2:9. അതാ അവൻ്റെ ഭാര്യ. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയാൻ പറഞ്ഞു. കണ്ടോ? ഒടുവിൽ തള്ളയും കാലുവാരി. ഈ വേദപുസ്തകത്തിൽ ചില പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല, അത്രയ്ക്ക് കൊള്ളുകേലാത്തങ്ങളാ. ലോത്തിന്റെ ഭാര്യ പേര് വല്ലതും ഉണ്ടോ? പറ. ഇല്ല. ഇയ്യോബിന്റെ ഭാര്യ പേരുണ്ടോ? കൊള്ളുകയല്ല. അതിനാ ചിലതിൻ്റെ പേര് പോലും പറയാൻ കൊള്ളുകയല്ല. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിച്ചാൽ മതി, പേര് പോലും. എന്നാൽ ചിലരുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ പേരും പറഞ്ഞിട്ടുണ്ട്, വല്യമ്മയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ഇല്ലേ? ആരുടെ അമ്മയുടെയും വല്യമ്മയുടെയും പേര്? ലോവീസിൻ്റെ അവൻ്റെ അമ്മ, പിന്നെ വല്യമ്മ യൂനിക്കയിലും. കണ്ടോ? അമ്മയുടെ വല്യമ്മയുടെ പേര്, വല്യമ്മയുടെ പേര് നല്ല പെണ്ണുങ്ങളാ. എന്നാ ഈ തള്ളയുടെ പേര്? അതിനോടനെ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞ്. ഗുണമായിട്ട് ചോദിച്ചാൽ പേര് കൂടെ കൂടെ പറയും. മെനക്കാണ് അന്ന് മിണ്ടുകയില്ല. സ്തോത്രം. അപ്പൊ ഈ ഒടുവിൽ ഈ ഭാര്യയും കാലുവാരി. ഒന്നുകൂടെ വായിച്ചേ 2:9. അവന്റെ ഭാര്യ അവനോട് ഇനിയും. അവന്റെ ഭാര്യ അവനോട്. അങ്ങനെ ഇത് പ്രമാണമുണ്ട്. അവന്റെ ഭാര്യ അവനോട്. വല്ലവരുടെ ഭാര്യ നിന്നോട് കയറി മിണ്ടുകയില്ല. ഇത് വല്ലവരുടെ ഭാര്യ കയറി വകുപ്പല്ല. വല്ലവൻ്റെ ഭാര്യയോട് കയറി അധികം കിന്നാരം ഒന്നും ഓ എന്നെ ഉണ്ട് അമ്മാമ്മയെ വിശേഷം അമ്മാമ്മ പറഞ്ഞാട്ട് അടിച്ച് നിന്റെ ഇടപാട് ദൈവം തീർക്കും. അല്ല എൻ്റെ ഭാര്യയോട് കയറി കിന്നാരം ചൊല്ലിയ അവന്റെ ഭാര്യ അവനോട്. ഒന്നുകൂടെ വായിച്ചോ കേക്കട്ടെ. അവന്റെ ഭാര്യ അവനോട്. ഒന്നുകൂടെ വായിക്ക് കേക്കട്ടെ. അവന്റെ ഭാര്യ അവനോട്. ഒന്നുകൂടെ വായിര്. അവന്റെ ഭാര്യ. ഇനിയും കേട്ടില്ലെന്ന് പറയരുത്. സ്തോത്രം. അവനവൻ്റെ ഭാര്യ പറഞ്ഞാൽ മതി, അവനവൻ്റെ ഭർത്താവും പറഞ്ഞാൽ മതി. എൻ്റെ തോമാച്ച ഞങ്ങളുടെ പുള്ളിക്ക് എന്നോട് യാതൊരു താല്പര്യവും ഇല്ല, എന്നോട് മിണ്ടുന്നത് പോലും പുള്ളിക്ക്. ഞാൻ തോമാച്ചനോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിനൊരു ഒരു കുളിർമ, മനസ്സിനൊരു. ഞങ്ങളുടെ പുള്ളിയോട് എന്തെങ്കിലും ചോദിച്ചാൽ ഈറ്റപ്പുലി വരും പോലെ. ഇന്നലെ ഞാൻ സ്വോത്രകാരി ചോദിച്ചു, ഒരൊറ്റ ആട്ടാട്ടിട്ട് ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോയി. ആ സമയം തോമാച്ചനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിന് തോമാച്ചനോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പം അജമാംസ രസായനം കഴിച്ച പോലെ. സ്തോത്രം. അവനവൻ്റെ ഭാര്യ അവനോട് സംസാരിക്കണം, അവനവൻ്റെ ഭർത്താവ് അവൻ്റെ ഭാര്യയോട് സംസാരിച്ചോണം. എന്ന് പറ്റും മറ്റുള്ളവരോട് മിണ്ടരുതെന്നല്ല, ഒറ്റ വാക്കി കാര്യം പറയാന്നതിന് കുഴപ്പമൊന്നും. ഫോൺ ചെയ്ത് വീട്ടിലോട്ട്, സാറിൻ്റെ പേര് ഞാൻ മറന്നു പോയല്ലോ,
അനി. ഹലോ, പണ്ടൊക്കെ ലാൻഡ് ഫോണാണ്, ഇപ്പോൾ ലാൻഡ് ഫോണിൽ എല്ലാവരുടെയും കയ്യിൽ 2-3 വിരുപ്പമുണ്ട്. ഈ കണ്ടമാനം ഫോണുള്ളപ്പോൾ ഓർത്തോണം പരുവക്കേടാന്ന്. പിന്നെ ഞാൻ വിളിച്ച അനിസാറുണ്ടോ അവിടെ? എന്നാൽ പുള്ളിക്കാരൻ പറഞ്ഞു അയ്യോ ഇല്ല. എന്നാൽ അനീഷ് കാവാലം വിളിച്ചെന്ന് പറയണം, വരുമ്പോൾ എന്നെ ഒന്ന്, അത്ര മതി. അനിസാറുണ്ടോ അവിടെ? ഇല്ല. എവിടെ പോയി? വെളിയിലോട്ട് പോയത്. രാവിലെ പോയതാണ്. രാവിലെ ഇറങ്ങി. എപ്പോൾ വരും? ഒന്നും പറയാതാ പോയതപ്പോൾ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ആട്ടെ. എന്നാ ശബ്ദത്തിനൊരു വ്യത്യാസം പോലെ? പനിയാണോ? കോൾഡാണോ? നിനക്കിത് തിരക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവൾക്ക് കോൾഡാണോ, 5-ാം പനിയാണോ, ചങ്ക് വേദനയാണോ എന്ന്? ഞാൻ തമാശായിട്ട് പറഞ്ഞതല്ല. ആത്മീക ലോകത്ത് നടക്കുന്ന കാര്യമായി പറയുന്നത്. പോട്ടെ. നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് 12 സൂചി കയറണമെന്നായിരിക്കും. ഒന്നുകൂടെ വായിച്ചേ. അവൻ്റെ ഭാര്യ, ഒന്നുകൂടെ വായിച്ചു. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ പദ്ധതി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക. ഭാര്യ പറയുകയാ. ഇയാൾ പിന്നെയും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം പറഞ്ഞ് കൊച്ചുങ്ങളെയെല്ലാം കൊന്നു. ഗ്ലോറി പറഞ്ഞ് കന്നാലിയെല്ലാം കൊന്നു. കൊച്ചുങ്ങളി ചത്തപ്പോൾ ഞാൻ ധരിച്ചത് ആ വേലക്കാരൻ ചെറിയാച്ചനെങ്കിലും കൂടെ പിന്നെ അവനെയും കൊന്നു. മുഴുവൻ കൊന്ന ചെയ്യാൾ. ഇനി എന്നാൽ ഇയാൾക്ക് ആവതുണ്ടോ? അതുമില്ല. അടുത്തിരിക്കാൻ പോലും ഒക്കത്തില്ല. നാറ്റ കേസ്. ഒടുവിൽ തള്ളച്ചി പറയുക, ദൈവത്തെ തേച്ച് പറഞ്ഞ് ചാകടോ. എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ മറുവശം പറയാം. ഇയാൾ ചാക്, ഞാനെങ്കിലും പോയി 2ാമത് കെട്ടിയൊന്ന്. അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. ആശയം അതൊക്കെ തന്നെ. താനിങ്ങനെ ചൊറിഞ്ഞും കടിച്ചു ഇരിക്കുന്നിടത്തോളം കാലം എനിക്കൊന്ന് കെട്ടാനും. ചിലർക്കല്ല ഊറിയ ചിരിയും വരുന്ന എന്നാന്ന് എനിക്കും പിടികിട്ടുന്നില്ല. ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളയാൻ ഭാര്യയെ ഒടുവിൽ കാലുവാരി. ഞാൻ കുടുംബകലകം ഉണ്ടാക്കാൻ വരുന്നതല്ല. മനുഷ്യൻ്റെ പ്രകൃതി ഇങ്ങനെ. ഒരു സമയം കഴിയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാ. ഭർത്താവിൻ്റെയും സ്നേഹം ചിലയിടത്ത് കുറയും, ചിലയിടത്ത് ഭാര്യയുടെയും സ്നേഹം കുറയും, പിള്ളേരുടെയും സ്നേഹമൊക്കെ കുറയും, മാതാപിതാക്കളുടെയും സ്നേഹത്തിനൊക്കെ കുറഞ്ഞെന്ന് ഞാൻ പറയത്തില്ല, തണുക്കും. അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. വിശ്വാസം പ്രത്യാശയും സ്നേഹം പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകന്നിടുന്നു. വിശ്വാസം പ്രത്യാശയും സ്നേഹം പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകന്നിടുന്നു. വിശ്വസ്തത മനുഷ്യരിൽ നന്ദി കുറയുന്നേ. നീ വരും നാളിൽ ഭൂവിൽ വിശ്വാസം കാണുമോ? വിശ്വസ്തത മനുഷ്യരിൽ നന്ദി കുറയുന്നേ. നീ വരും നാളിൽ ഭൂവിൽ വിശ്വാസം കാണുമോ? യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ? ആശയാൽ കാത്തു ഞാൻ നിന്നിടുന്നു. യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ? ആശയാൽ കാത്തു ഞാൻ നിന്നിടുന്നേ. അപ്പോൾ ഇവിടുത്തെ സ്നേഹത്തിനെല്ലാം കുറവ് വരും, തണുക്കും. സ്നേഹമെല്ലാം തണുക്കും. ഒടുവിൽ ഭാര്യ പറഞ്ഞ, നീ ഇനിയും ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കള. ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? വിട്ടുകള. പിന്നെ ഞാൻ തീർത്ത് ചിലർ പറയുന്നത് അയക്ക് സഹോദരിമാരെ കാശിന് ഇഷ്ടമല്ലെന്ന എന്നെപ്പറ്റി അഭിപ്രായമാണ്. നല്ലത് നല്ലതാണെന്ന് ഞാൻ പറയും. കൊള്ളുകേലെന്ന് തന്നെ പറയും. ഞാൻ ഈ സഹോദരിക്കൊരു ചെറിയ ഒരു വിശേഷത പറയുക. ചെറുത് ആട്ടെ, ഇത്ര നാളും സഹിച്ചു കൂടെ നിന്നല്ലോ. അങ്ങേറ്റം പറ്റിയപ്പോഴല്ലേ തള്ള പറഞ്ഞത്. നമ്മളായിരുന്നെങ്കിൽ ആദ്യത്തെ കാള എത്തപ്പോഴേ നമ്മുടെ ബാഗ് എടുത്തോണ്ട്
ഞാൻ ധനുവച്ചപുരത്തിന് പോവുക, പിന്നെ ഫോൺ ചെയ്ത് വിളിച്ചാൽ മതി, കാളയെല്ലാം കഴിയുമ്പോൾ അന്നേരം ഞാൻ ഒരുവൻ ഇത്രയും സഹിച്ച് നിന്നല്ലോ, അത് വലിയ കാര്യം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാം തനിക്ക് പ്രതികൂലമാണ്, എല്ലാം പ്രതികൂലമാണ്. സമ്പത്ത് നഷ്ടപ്പെട്ടു, തലമുറയെല്ലാം നഷ്ടപ്പെട്ടു, ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ടു, അസുഖമായ വേദനയും പരിവും ചൊറിച്ചിലും, ശ്വാസത്തിന് ദുർഗന്ധം വെച്ചു, വഴി നടന്നു പോയവരെല്ലാം പരിഹസിച്ചു, അയൽക്കാർക്ക് നിന്ദനായി, അവൻ സ്നേഹിതന്മാരെല്ലാം തന്നെ ദ്വേഷിച്ചു, ആ വേലക്കാർ വിട്ടേച്ചു പോയി, ഒടുവിലെ ഭാര്യയും കാലുവാരി 10 കൂട്ടം കാര്യം, എല്ലാം പ്രതികൂലമായി. ഇനി അതിന് വേറൊരു വിഷയമുണ്ട്, എല്ലാം പ്രതികൂലമാകാൻ കാരണമുണ്ട്. വേറൊരു വാക്യമുണ്ട്, ഇയ്യോബ് ഇതെല്ലാം ഒരിക്കൽ ഭയപ്പെട്ടത് ഭവിക്കുമെന്നാ. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു. പേടിക്കുന്നത് തന്നെ വരും.